തവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ നാളെ രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. 10 മണി മുതൽ 12 മണി വരെ മൃതദേഹം തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിക്ക് വിളന്തറ വീട്ടുവളപ്പിൽ മിഥുന്റെ മൃതദേഹം സംസ്കരിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. നേരത്തെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അമ്മ നാളെ എത്തുമെന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടിയാകും സംസ്കാരം, അല്ലേ? അതെ, നിലവിൽ 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അമ്മ സുജ വന്നിറങ്ങിയത്. അവിടുന്ന് ഏതാണ്ട് ഒരു 5 മണിക്കൂറോളം എടുക്കും ഈ വീട്ടിലേക്ക് എത്താൻ. അതേസമയം ഒരു രാവിലെ 10 മണിക്ക് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വിലാപയാത്രയായി ഈ മിഥുൻ പഠിച്ചിരുന്ന തേവലക്കരയിലെ സ്കൂളിലേക്ക് കൊണ്ടുവരും. അവിടെ 12 മണി വരെ പൊതുദർശനത്തിൽ വെക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നും നാളെയുമായി രാവിലേക്കുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കും. അതേസമയം 12 മണിക്ക് ശേഷം അവിടുന്ന് വിലാപയാത്രയായി വിളന്തറയിലുള്ള മനുവിന്റെ സ്വപ്നഗ്രഹമായ അവിടെ വരും. അവിടെ ആയിരിക്കും പിന്നീട് പൊതുദർശനം വെക്കുക. 5 മണിയോടുകൂടി ഒരു ചടങ്ങുകളിലേക്ക് കടക്കാൻ അതിനുള്ളിൽ അമ്മ ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. അമ്മ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ഇതാണ് നിലവിൽ കുടുംബം നമ്മളെ അറിയിച്ചത്. ഇന്ന് 3 മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ മിഥുന്റെ വീട്ടിൽ എത്തിച്ചേരും. മന്ത്രി കെ എൻ ബാലഗോപാലും വരുന്നുണ്ട്. ഇരുവരും ഇവിടെ എത്തുമെന്നാണ് നമുക്ക് കിട്ടിയ